ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ സേമിയയും കൊണ്ട് മിക്സഡ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 പാക്കറ്റ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ല കട്ടയുള്ള തണുപ്പുള്ള പാലാണെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം. അടുത്ത ഗൈസ്, നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ സേമിയ പായസത്തിൻ്റെ മിക്സ്. എല്ലാ ഐറ്റംസും ഇതിലുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇതാ നമ്മുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളക്കുമ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം നമ്മൾ സേമിയ പായസത്തിൻ്റെ മിക്സ് ഇട്ടു കേട്ടോ. ഇനി നന്നായി നമുക്ക് ഇളക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇളക്കണം കേട്ടോ. ഗൈസ്, എൻ്റെ ഉപ്പയാണ് കേട്ടോ എൻ്റെ അസിസ്റ്റൻറ്റ്. ഗൈസ്, ഇതാ സേമിയ ഇനിയും കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ. ഗൈസ്, എൻ്റെ ഉമ്മയും എനിക്ക് അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇതാ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ല നിങ്ങൾ? തിളക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കാം. ഗായ്സ്, ഈ പായസത്തിലേക്ക് നമ്മൾ മിൽമയുടെ ഒരു കുഞ്ഞ് സ്പൂണിൽ നിന്ന് കുറച്ച് നെയ്യ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ സേമിയം വേവാറായിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി വേവണം. അപ്പം അതിനായിട്ട് ഞാൻ സ്ലോയിലൊന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇനി നിങ്ങൾക്ക് വീണ്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞങ്ങൾക്കിപ്പം പാകത്തിന് ഇതിത്തെ മധുരം മതി. നിങ്ങൾക്കിനി വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഗൈസ്, നല്ലോണം തിളച്ച് വരുന്നുണ്ട് പാല്. നിങ്ങൾക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഗൈസ്, നമുക്ക് ഈ മിക്സഡ് പായസം ഉണ്ടാക്കാൻ കറക്റ്റ് 15 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമ്മുടെ പായസം ഫുൾ സെറ്റായിട്ടുണ്ട്, റെഡി.